മഹാനായ അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നുൽ ഹുസൈൻ തങ്ങൾ പറയാണ്, ഇദാ കാന യൗമുൽ ഖിയാമഹ്, ഖിയാമത്ത് നാളായാൽ, നാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും, അല്ലാഹുവിന്റെ മലക്ക്, അയ്യുക്കും അഹ്ലുൽ ഫദ്ലി, നിങ്ങളിൽ വലിയ സ്ഥാനമുള്ള ആളുകൾ ആരാണ്? അഹ്ലുൽ ഫദ്ൽ എഴുന്നേറ്റ് വരണം എന്ന് പറയും. ഫയഖൂമു നാസും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കും. ഇൻതലിഖു ഇലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ മലക്കുകൾ അവരോട് ചോദിക്കും, ഇലാ ഐന, നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടല്ലോ, എങ്ങോട്ടായി പോകുന്നത്? പറയും, ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക്. ഖബലൽ ഹിസാബ്, വിചാരണക്ക് മുമ്പോ? നാം, അതെ. മൻ അൻതും, നിങ്ങൾ ആരാണ്? അഹ്ലുൽ ഫദ്ലി, ഞങ്ങൾ ഫദ്ലിന്റെ ആളുകളാണ്, ശ്രേഷ്ഠതയുടെ ആളുകളാണ്. വമാ കാന ഫദ്ലുക്കും, എന്ത് ശ്രേഷ്ഠതയാ നിങ്ങൾ ചെയ്തത്? കുന്നാ ഇദാ ജുഹില അലൈനാ ഹലംനാ, ഞങ്ങളോട് ആരെങ്കിലും വിവരക്കേട് പ്രവർത്തിച്ചാൽ ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ക്ഷമിച്ചവരായിരുന്നു എന്ന് പറയും. ബുദ്ധിയില്ലാത്തവര് വിവരക്കേട് വല്ലതും ചെയ്താൽ ഹലംന, ഞങ്ങൾ എന്ത് പറയും? അല്ലെങ്കിൽ ഹലുംന, ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ക്ഷമിക്കുന്നവരായിരുന്നു. വഇദാ ദുലിംന സബർന, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കുന്നവരായിരുന്നു. വഇദാ ഉസീഅ ഇലൈനാ ഗഫർന, ഞങ്ങളോട് ആരെങ്കിലും മോശപ്പെട്ടത് വല്ലതും ചെയ്താൽ ഞങ്ങൾ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരായിരുന്നു. എന്നാ പോയിക്കോളൂ, എന്നാ പോകട്ടെ എന്ന് മലക്കുകൾ അവരോട് പറയും. ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ, പോയിക്കോളൂ സ്വർഗ്ഗത്തിലേക്ക്, നിങ്ങൾ ഏറ്റവും നല്ല കർമ്മം ചെയ്തവരല്ലോ, നിങ്ങൾക്ക് തന്നെയാണ് അത് അർഹതപ്പെട്ടത്, പോയിക്കോളൂ എന്ന് അഹ്ലുൽ ഫദ്ലിനെ അല്ലാഹു പറഞ്ഞയക്കുന്നു. നമുക്കത് പ്രയാസമില്ലാത്തൊരു സംഗതിയാണ്. നമ്മളോടൊരു ഉപദ്രവം ചെയ്തിട്ട് പുറത്തു കൊടുക്കാൻ അത് വളരെ എളുപ്പമാണ്. പക്ഷേ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, അല്ലാഹുവിന്റെ വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം, വലിയ സൗഭാഗ്യവും വലിയ ക്ഷമയുമുള്ളവർക്ക് അത് വലിയ എളുപ്പമായിട്ട് വരും. അല്ലാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവര് ഇരിക്കുമ്പോൾ, അവരുടെ ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അങ്ങോട്ട് ചീത്ത പറഞ്ഞു. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ പറഞ്ഞു, മറുപടി കൊടുക്കണ്ടേ? അത് പറഞ്ഞു, ഫഅൈന നഹ്നു മിനൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് എന്താ പറഞ്ഞത്? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? എങ്ങനെ? വഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ, അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്, വിനയമുള്ളവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഖാലൂ സലാമാ, നിങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ലേ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ വലിയ ആവശ്യമായിട്ട് വരും, വളരെ ആവശ്യമാണ്. കാരണം മറുപടിക്ക് മറുപടിയും ചീത്തക്ക് ചീത്തയും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാ മീഡിയകളുടെയും. അതിൽ അർഹിക്കുന്ന വല്ലതുണ്ടോ മറുപടി പറയാൻ? ഇല്ലാത്തത് കേൾക്കാത്ത പോലെ, കാണാത്ത പോലെ ഒഴിവാക്കി വിട്. ഈ വാട്സപ്പിൽ വരുന്നതിനൊക്കെ മറുപടി പറയാൻ പറ്റുമോ? എത്രയെല്ലാം ഗ്രൂപ്പുകൾ, ഏതെല്ലാം കുടുംബങ്ങൾ തമ്മിൽ ഫൈറ്റ്, വാട്സപ്പ് മുഖേന സംഘടനകൾ തമ്മിൽ ഫൈറ്റ്, ആളുകൾ തമ്മിൽ ഫൈറ്റ്. മറുപടി പറഞ്ഞ് മനുഷ്യന്റെ സമയം പോയി പോകും. അതുകൊണ്ട് വിവരമില്ലാത്ത വല്ലതും പറഞ്ഞു, അവൻ പറഞ്ഞോട്ടെ, അവൻ ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞേക്കും. അപ്പൊ ഇത് പറഞ്ഞ് നടക്കട്ടെ, അവൻ സമാധാനിക്കട്ടെ, ഞാൻ മറുപടി പറയൂല. ഇങ്ങനെയാ മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. ഖാലൂ സലാമ, നമ്മൾ രക്ഷപ്പെട്ടു പോവാൻ, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ പുറത്തുകൂടെ പോവാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നേ ഇല്ല. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ മറുപടി പറയൂല. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല 7 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ ഇമാം. ഒരു ജൂതൻ ഒരു നായയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു, അൽഹിയതുക അത്ഹറു അം ദനബു ഹാദൽ കൽബ് അം ദനബു ഹാദൽ കൽബ് അം ലിഹി അം ദനബു ഹാദൽ കൽബ് അത്ഹറു മിൻ ലിഹിയതിക. ചോദ്യം ഇതാണ്, ഒരു നായയെ കൊണ്ടുവന്ന്, നായയാണെങ്കിലോ കട്ടിയുള്ള നജസാണെന്ന, മുഗല്ലദായ നജസാണ്. എന്താ പറഞ്ഞത്? ഇബ്രാഹിം അദ്ദേഹം, നിങ്ങളുടെ താടിയാണോ അതല്ല ഈ നായയുടെ വാലാണോ ഏറ്റവും ശുദ്ധിയുള്ളത്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ എന്താ പോലെ അർത്ഥമുള്ളത്? ഒരർത്ഥമില്ല, വെറുതെ ഒരു മനുഷ്യനെ ഇടങ്ങാറാക്കാൻ ചോദിക്കുന്ന പറയില്ലേ? നിങ്ങളുടെ അൽഹിയതുക, നിങ്ങളുടെ താടി രോമമാണോ, അം ദനബു ഹാദൽ കൽബി അത്ഹറു, ഈ നായയുടെ വാലാണോ ഏറ്റവും ശുദ്ധിയുള്ളത്? മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇൻ കാന ഹാദാ ഫിൽ ജന്ന, എന്റെ ഈ താടി നാളെ സ്വർഗ്ഗത്തിലാണെങ്കിൽ തീർച്ചയായും നിന്റെ നായയുടെ വാലിനേക്കാളും ശുദ്ധിയുള്ളത് ഈ താടിയാണ്. പക്ഷേ വഇൻ കാന ഫിന്നാർ, ഈ താടി നാളെ നരകത്തിലാണ്
താടിയാണെങ്കിൽ ഈ താടിയേക്കാളും ശുദ്ധം നിന്റെ നായയുടെ വാലാണെന്ന് ജൂതനോട് മറുപടി പറഞ്ഞു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല. അത്രേ വേണ്ടു. പ്രകോപനങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടാവും. മുഅ്മിനീങ്ങൾ പ്രകോപിതരാവരുത്. പ്രകോപനങ്ങൾ പല ഭാഗത്തു നിന്ന് വരും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. നിങ്ങൾക്ക് കേൾക്കാൻ വെറുപ്പുള്ളത്, നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ഒരുപാട് കേൾക്കേണ്ടി വരും. വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട പണി. അതാണ് ക്ഷമിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം ലോകത്ത് മുഅ്മിനായി രക്ഷപ്പെട്ട് ജീവിച്ചു പോവണമെങ്കിൽ ഈ സമീപനമാണ് മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ടത്. അവരെയാണ് അഹ്ലുൽ ഫദ്ൽ എന്ന് പറയാ. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹ്ലുൽ ഫദ്ലി അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവർ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. വേറെ പിന്നെ ഒരാൾ വിളിച്ചു പറയുന്നു ലിയഖും അഹ്ലുസ് സ്വബ്രി, നമുക്ക് പറ്റുന്ന സംഗതിയാണത്. അഹ്ലുസ് സ്വബ്ർ, ക്ഷമിക്കുന്നവർക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. ഫയഖൂമു നാസും മിനൻ നാസ്, കുറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ജനങ്ങളിൽ നിന്ന് കുറച്ചുപേർ എഴുന്നേൽക്കും. വഹും ഖലീൽ, വളരെ കുറച്ചേ ഉള്ളൂ ക്ഷമിക്കുന്ന ആളുകൾ. ഇൻതലിഖൂ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളൂ. ബോർഡിംഗ് ടൈം പോയിക്കോളൂ, നേരെ പോയിക്കോളൂ. ഫതതലഖാഹുമുൽ മലായിക, മലക്കുകൾ കണ്ടുവച്ചിട്ട് ചോദിക്കും അവരോട്, എങ്ങോട്ടാ പോകുന്നത്? സ്വർഗ്ഗത്തിലേക്ക്. ഹിസാബ് കഴിഞ്ഞോ? ഇല്ല. പിന്നെ ഞങ്ങളോട് പോകാൻ പറ. നിങ്ങൾ ആരാണ്? നഹ്നു അഹ്ലുസ് സ്വബ്രി, ഞങ്ങൾ ക്ഷമയുടെ ആളുകളാണ്. വമാ കാന സബ്റുക്കും, നിങ്ങളുടെ ക്ഷമ ഏതാണ്? സബ്ബർന അൻഫുസന അലാ തഅത്തില്ലാ, ഞങ്ങളുടെ ശരീരങ്ങളെ അല്ലാഹുവിനെ അനുസരിക്കാൻ ഞങ്ങൾ ക്ഷമിക്കാൻ പ്രേരിപ്പിച്ചവരാണ്. ഞങ്ങൾ ശരിക്കും ക്ഷമിപ്പിച്ചവരാണ് ഞങ്ങളുടെ ശരീരത്തെ. എന്തിന്? അലാ തഅത്തില്ലാ, ഹറാമിലേക്ക് നോക്കാൻ കണ്ണിങ്ങനെ പോകുമ്പോ കണ്ണേ ഹറാമിലേക്ക് നോക്കല്ലേ എന്ന് എന്റെ ശരീരത്തെ പിടിച്ചു വെച്ചു. വല്ലതും പറയണം, വല്ലതും ചെയ്യണം എന്ന് തോന്നി എന്റെ ശരീരത്തെ പിടിച്ചു വെച്ചു. അങ്ങനെ ക്ഷമിച്ചവരാണ്. അല്ലാഹുവിനെ തിന്മ ചെയ്യുന്ന, ഹറാമുകൾ ചെയ്യുന്ന വിഷയങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ശരീരത്തെ പിടിച്ചു വെച്ചവരാണ്. അല്ലാഹുവിനെ നന്മ ചെയ്യാനും ഇബാദത്ത് ചെയ്യാനും ശരീരത്തെ പ്രേരിപ്പിച്ചവരാണ്, ക്ഷമിപ്പിച്ചവരാണ്. കാരണം ചിലപ്പോൾ നിസ്കാരത്തിൽ എഴുന്നേൽക്കാൻ പ്രയാസം വരും, നല്ല ക്ഷമ വേണ്ടി വരും. ശരീരത്തെ ക്ഷമ പരിശീലിപ്പിക്കേണ്ടി വരും. ഇന്നമൽ ഹിൽമു ബിത്തഹല്ലുമി വൽ ഇൽമു ബിത്തഅല്ലുമി എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ഷമിച്ച് പരിശീലിക്കുക തന്നെ വേണം. ക്ഷമിച്ച് പരിശീലിക്കുക തന്നെ. അത് പറയാൻ എളുപ്പമാണ്, കേൾക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ക്ഷമ എന്ന് പറഞ്ഞത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നമ്മൾക്ക് എത്രത്തോളം പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ പറ്റാറുണ്ട്. നമ്മളങ്ങോട്ട് ചീത്ത പറയുമ്പോഴും നമുക്ക് അങ്ങോട്ട് ചീത്ത പറയാൻ എന്തോ ഒരു ആഗ്രഹമാണ്. മിണ്ടിപ്പോവരുത് എന്ന് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നല്ല പണി വരും. എളുപ്പമല്ല. നമ്മൾ ക്ഷമിപ്പിക്കേണ്ടവരാണ്. നമ്മെ ആ ദേശത്തെ ശമിപ്പിക്കേണ്ടവരാണ്. അള്ളാഹുവിനനുസരിക്കാനും ക്ഷമിക്കേണ്ടി വരും, തിന്മയിലേക്ക് പോകാതിരിക്കാനും ക്ഷമിക്കേണ്ടി വരും. ഇങ്ങനെ ഞങ്ങൾ ക്ഷമിച്ചവരാണ്. ഉദ്ഖുലുൽ ജന്ന നിഅമ അജ്റുൽ ആമിലീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എത്ര മനോഹരമാണ്, അതുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് ഇവരോടും പറയപ്പെടും. വിചാരണയില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കുത്തുവാക്കുകളും കേട്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വലിയ സൗഭാഗ്യം കിട്ടിയേക്കും. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ഷമിക്കുക. മനുഷ്യന്മാരെല്ലാവരും ഒരേപോലെ അല്ലല്ലോ. മനുഷ്യന്മാർ പലതും പറയും. എല്ലാവരും സന്തോഷിപ്പിക്കാനും ഒരാളെ കൊണ്ടും കഴിയൂല. എല്ലാവർക്കും ഇഷ്ടമുള്ളത് മാത്രം പറയാം, അങ്ങനെ നടക്കൂല, അങ്ങനെ സംഭവിക്കൂലല്ലോ. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലത്ത് ലോകത്ത് ഒരു മുശ്രിക്കോ ഒരു കാഫിറോ ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും ഈമാൻ കിട്ടണ്ടേ? അങ്ങനെയല്ല സംഗതി. അപ്പോൾ ജനങ്ങൾ പലതും പറയും, മനുഷ്യന്മാർ പലതും വിളിച്ചു പറയും. അർഹിക്കുന്നതിന് മാത്രം മറുപടി, ഇല്ലാത്തത് ഒഴിവാക്കി വിടുക. ആ മറുപടി പോലും നമ്മുടെ സ്വയം പ്രേരിതമാവരുത്. നമ്മുടെ ഒരു പേഴ്സണൽ അറ്റാക്ക് അങ്ങനെ ഉണ്ടാവും. പേഴ്സണൽ അറ്റാക്കിൽ വരും. ഒരു മനുഷ്യന്റെ പ്രൈവസിയെ, കുടുംബജീവിതത്തെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തെ വെച്ച് അറ്റാക്ക് വരും. നമ്മളതിന് മറുപടി പറയരുത്. പക്ഷെ ദീനിനെ സംബന്ധിച്ചൊരു വിഷയം വന്നു, ഇസ്ലാമിന്റെ ഒരു ശരീഅത്തിനെ സംബന്ധിച്ചുള്ളൊരു വിഷയമാണ്, നമ്മളതിന് മറുപടി പറയേണ്ടി വരും. പക്ഷേ വ്യക്തി ആക്ഷേപങ്ങളില്ലാതെ, ആക്ഷേപങ്ങളോ കുത്തുവാക്കുകളോ ഇല്ലാതെ മാന്യമായിട്ട് മറുപടി പറയേണ്ടി വരും. അത് പക്ഷേ ചില ആൾക്കാർക്ക് പിടിച്ചെന്ന് വരും, പിടിച്ചില്ല എന്ന് വരും. സ്വബർന, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ഇങ്ങനെ ക്ഷമിക്കാനുള്ള മനക്കരുത്ത് ഇന്ന് അള്ളാഹു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായൊരു കാലമാണ്. അള്ളാഹു നമുക്ക് എമ്പാടും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അള്ളാഹുവിന്റെ അയൽപക്കക്കാരൊക്കെ എഴുന്നേറ്റോളൂ. അള്ളാഹുവിന്റെ അയൽവാസികൾ ജീറാനുല്ലാഹ്. ആരാണ് അള്ളാഹുവിന്റെ അയൽവാസികൾ? വഹും ഖലീൽ, കുറച്ചുള്ളൂ. അവരോട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറയുന്നു. മലക്കുകൾ അവരെ ബ്ലോക്ക് ചെയ്യും. എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക്. ഹിസാബ് തുടങ്ങിയില്ലല്ലോ, വിചാരണ തുടങ്ങിയില്ലല്ലോ. പോവുകയാണോ? ഞങ്ങൾ അള്ളാഹുവിന്റെ അതിഥികൾ, അള്ളാഹുവിന്റെ അയൽവാസികളാണ്, ജീറാനുല്ലാഹ്. ചോദിക്കുന്നു, വലിമ ജാവർതുമുല്ലാഹ ഫീ ദാരിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ അരികത്ത് പോയി റബ്ബിന്റെ അടുത്ത് താമസിച്ചവരോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ പറഞ്ഞു, കുന്നാ നതസാവറു ഫില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവെ ഉദ്ദേശിച്ച് പരസ്പരം സന്ദർശിച്ചവരായിരുന്നു. അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സന്ദർശിച്ചത്. ഇപ്പൊ വ്യാഴ്ചക്ക് ഒരുവിധ ആൾക്കാരൊക്കെ പുറത്തിറങ്ങും വീട്ടിൽ നിന്നല്ലേ. നമ്മൾ ഗൾഫിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഒന്ന് സുഹൃത്തുക്കളെടുത്ത് പോവുക, കുടുംബക്കാരത്ത് പോവുക. നമ്മളതൊരു മാമൂലിന് വേണ്ടി പോവുകയാണെങ്കിൽ ആ പൈസയും പെട്രോളൊക്കെ പോയി. പക്ഷെ നമ്മൾ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പോവാൻ, അള്ളാഹുവെ ഉദ്ദേശിച്ച് പോവാൻ. അള്ളാഹുവെ, സുഹൃബന്ധം നിലനിർത്തുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബെ, കുടുംബബന്ധം നിനക്ക് ഇഷ്ടമാണ്, പരസ്പരം അള്ളാഹുവെ നിന്നെ മുൻനിർത്തി സ്നേഹിക്കുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പോയി കാണട്ടെ. ഒരൽപ്പം സമയം കണ്ടെത്തുന്നു, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, പോകുന്നു, സന്ദർശിക്കുന്നു, വരുന്നു. ആ യാത്ര അള്ളാഹുവിലുള്ള യാത്രയാണ്. അള്ളാഹുവിന്റെ അരികത്ത് പോയി വരുന്ന പോലെ അള്ളാഹുവിന്റെ അയൽവാസികൾ എന്നതിന്റെ അർത്ഥം അള്ളാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിച്ചവർ, അങ്ങനെ പോകുന്ന ആളുകൾ. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചിരുന്നവരാണ്. അള്ളാഹു അങ്ങനെ നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച്. നമ്മൾ എന്തിനാ അവിടെ വന്നത്? അള്ളാഹുവിനെ പറ്റി പഠിക്കാനാ. നമ്മൾ എന്തിനാ അവിടെ വന്നത്? അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാനാ. വേറെ ഒന്നും ഇവിടെ ലക്ഷ്യമില്ല. ഇവിടെ പായസം കുടിക്കാൻ, പായസം ഞാൻ ഉണ്ടായില്ല എന്ന് വരും. ഇന്നില്ല. പായസം ഉണ്ടോ റസാഖ് ഭായ്? ഇല്ലല്ലോ. പച്ചവെള്ളം ഉണ്ടെന്ന് കുടിക്കാനേ? അതുണ്ട്. അൽഹംദുലില്ലാ. ആരൊക്കെയാ സംഭാവന ചെയ്യുന്നത് അവർക്ക് അള്ളാഹു അതിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ ഈ പച്ചവെള്ളം നമ്മൾ റൂമിൽ നിന്ന് എമ്പാടും കിട്ടൂലേ? നമ്മൾ അതിനുമല്ല വന്നിട്ടുള്ളത്. നമ്മൾ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് വന്നവർ. നമ്മുടെ നീയത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ കേട്ടോ. അള്ളാഹു നന്നാക്കി തരട്ടെ. നീയത്ത് വലിയ വിഷയമാണ്. അള്ളാഹുവിന് വേണ്ടി വന്നതാണോ? ചാരന്മാരായിട്ട് വരുന്നവരില്ല, ആർക്കും ഈ കൂലി കിട്ടൂല. അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പോരി. അപ്പോ അള്ളാഹുവിന് വേണ്ടി പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തവരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ, സാധനങ്ങൾ, വായ്പ കൊടുക്കുന്നത്, എടുക്കുന്നത്, ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, കേൾക്കുന്നത്, എല്ലാം അള്ളാഹുവിന് വേണ്ടി. കടന്നോളൂ എന്ന് പറയും. കടന്നോളൂ. ഈ